എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിറന്നാളുകാരിയാണ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയാണ്. സ്വാഗതം ചെയ്യാം അനു. ഹലോ. ഹലോ, നമസ്കാരം. വളരെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് ഭയങ്കര ഫോർമലായിട്ട് നമ്മൾ പോവാ, തുടക്കത്തിൽ മാത്രമായിരിക്കുമല്ലോ. അതെ അതെ, അത് കഴിഞ്ഞ് നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടുണ്ട്, ചിലപ്പോൾ അല്ല ഉറപ്പായിട്ടും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതെ അതെ അതെ. എന്തായിരുന്നു ഈ ഒരു കാലഘട്ടം? ഒരു കുറച്ച് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു വളരെ ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അതെ. എങ്ങനെയുണ്ടായിരുന്നു? എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്ന സമയത്ത് വയനാട്ടിലായിരുന്നു. അപ്പം ഉണ്ടായൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസം മാറി. അപ്പോൾ ശരിക്കും വീട് പരിചരിക്കാനുള്ളൊരു സമയം കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. ടൈം കിട്ടി വീട്ടിൽ നിൽക്കാനും. മറ്റത് ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. വയനാട്ടിൽ നിൽക്കൽ വളരെ കുറവായിരിക്കും. ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ ഓടിപ്പോയിട്ട് വരിക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ആയത് കാരണം നല്ലോണം വീട്ടിൽ നിൽക്കാനും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ പറയും ഒരുപാട് തിരക്കുള്ള സമയത്ത് നമ്മൾ അറിയാണ്ട് പറയും, വീട്ടിലിരുന്നാൽ മതിയെന്ന്. പക്ഷെ 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെന്താ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ മറികടക്കണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തു. പിന്നെ ആ സമയത്താണ് യൂട്യൂബ് ചാനലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബോറടിച്ചപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഇപ്രാവശ്യം ഇതുപോലെ വീട്ടിലായിരുന്നു ഞാൻ, എന്നാലും കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം ശീലമായതുപോലെയായി. ഇത് നാളെ അല്ലെങ്കിൽ പിറ്റേന്ന് വീണ്ടും ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും, ആ ഒരു ചിന്തയായി. പക്ഷെ എല്ലാം പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ നമ്മളെല്ലാവരുടെയും ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ പറയുമ്പോൾ ഇത് എന്ന് വെച്ചാൽ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും അടുത്ത മാസം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറയും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അനു എന്ത് ചെയ്യാനാനോ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും തിരിച്ചു വിളിക്കും. അപ്പോൾ അതൊക്കെ മാറി വരട്ടെ. കാരണം സിനിമയിൽ കുറച്ചുകൂടെ ആർക്കും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഒരുപാട് പേര് ആർട്ടിസ്റ്റ് മാത്രമല്ലല്ലോ, ഒരുപാട് പേര് ജീവിച്ചു പോകുന്ന ഒരു മേഖലയല്ലേ. അപ്പം എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതെ, അതല്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലോ. അതെ, നന്നായിട്ട് മനസ്സിലാവും. സത്യം. അതെ 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 അതെ, നമ്മളെ കയ്യിലല്ലോ ഒന്നും. അതെ അതെ അതെ. അല്ല, ഇപ്പൊ നമ്മള് പറയുന്ന പോലെ സിനിമാ മേഖലയാണെങ്കിൽ കലാകാരന്മാര് സ്റ്റേജിലൊക്കെ പെർഫോം, ഡാൻസ് ടീച്ചേഴ്സ്, മ്യൂസിക് ടീച്ചേഴ്സ്, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, പഠിപ്പിക്കാനും പറ്റില്ല. ഓൺലൈനിലൊരു പരിധിയുണ്ട്. ഞാൻ അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇല്ലാത്തതുകൊണ്ട് മമ്മിയാണ് ഇപ്പോൾ എടുക്കണേ. നല്ല, പക്ഷെ എനിക്കത് കുറച്ചുകൂടി ഇഷ്ടമുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, കൊള്ളാം. പിന്നെ എന്താ പറയാ, ദൂരെ ആയതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല, അടിയും വടിയുടെ എറിച്ചിലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും ചെയ്യില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3.5 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്. എന്നിട്ട് നല്ല ഏജുള്ള ചേച്ചിമാരുണ്ട്. എൻ്റെ മമ്മിയുടെ ഏജ് വരുന്ന ചേച്ചിമാരുണ്ട്. അവർ പഠിക്കാൻ വരുന്നുണ്ട്. അവർ അത് ഈ ഒരു സമയം യൂസ് ചെയ്തു. അപ്പം അവർക്ക് ഭയങ്കര ഡെഡിക്കേഷനാണ്. ഈ ഓൺലൈനിലായിട്ട് പോലും കറക്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പം ഓൺലൈനിൽ നമുക്കൊരു പരിധിയില്ലേ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഡെഡിക്കേഷൻ കൂടെ വേണം. അപ്പം അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യമൊക്കെ നോട്ട് ചെയ്ത് ഭയങ്കര ആത്മാർത്ഥതയുണ്ട്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, എന്തൊരു മടിച്ചാണ് ഇവരെ കണ്ട് പഠിക്കുന്നത്, ഞാൻ എന്നോട് സ്വയം പറഞ്ഞു പോകും. അതുകൊണ്ട് അതൊക്കെ ഹാപ്പി ആയിട്ട് പോണു. അല്ല, ഇതാണ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും വീണ്ടും റീസ്റ്റാർട്ട് ആയി. എല്ലാവരുടെ കാര്യത്തിലും എല്ലാവർക്കും നല്ലതും ദോഷവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മളെന്താ പറയാ, ഈ ദോഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ നല്ല വശങ്ങൾ നോക്കി മുന്നോട്ട് പോലെ നടക്കില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡിപ്രഷൻ ആവാൻ എളുപ്പമാണ്. അതെ, ഭയങ്കര ഈസിയാണ്. എളുപ്പമാണ്. അതെ അതെ, നമ്മളെ പോസിറ്റീവ് ആക്കി ഇരുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, ശരിക്കും അതാണ് സെൽഫ് മോട്ടിവേഷൻ. അതെ അതെ അതെ. അല്ല, ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞ എത്ര നാളായി നമുക്ക് ജോലി ഇല്ലാതെ നമ്മളിരിക്കണം. 1 വർഷം കഴിഞ്ഞ ഒരു വർക്കൊക്കെ വരുമ്പോൾ സത്യം ഭയങ്കര സന്തോഷമാണ്. കുറച്ചുപേരൊക്കെ ദൂരെ ആണെങ്കിലും കുറച്ച് ആളുകളെ കാണുമ്പോഴും സന്തോഷം. എല്ലാരും കാണുമ്പോ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോ നമ്മളിപ്പോ എത്രയോ നാളുകൾക്ക് ശേഷമാണ് കാണുന്നതെന്നുള്ളൊരു ഫീല് വന്നു. പിന്നെ ഈ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വന്നു. ആൾക്കാർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതെ 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 അതെ. പിന്നെ നമ്മൾ ഒരുപാട് പേരെ കാണാതാകുമ്പോൾ അവരെ മിസ് ചെയ്യാൻ തുടങ്ങുക. അപ്പം നമ്മളെ ലൈഫിൽ ഇത്രയും ആളുകൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി തുടങ്ങി. പിന്നെ പുതിയ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും പുതിയ സംരംഭങ്ങൾ, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം. അതെ അതെ, എന്താണ് തിങ്ക് ചെയ്യാൻ തുടങ്ങി. പുതിയ കാര്യങ്ങൾ, ആലോചന, തല പുകയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധി യൂസ് ചെയ്യാൻ തുടങ്ങി എന്ന് വേണം പറയാൻ.
അല്ല അത് ശരിയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ വേണ്ട അല്ലെങ്കിൽ പിന്നീടാവാം. ഇപ്പൊ ആയനൊക്കെ നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ അതെ സത്യം. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ, എത്ര നേരം എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കുക. അതെ, ഞാൻ ഇപ്പൊ അതാ ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മള് എപ്പോഴും ബിസി ആയിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലിരുന്ന് അങ്ങനെ ശീലമില്ലല്ലോ. അതെ അതെ, ഒരു ഗ്യാപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് മനസ്സിലായി. 2 ദിവസത്തിൽ പറ്റില്ല, അതിൽ കൂടുതൽ ഇരിക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. സത്യം, അത് ഒരു ഭയങ്കര നമ്മുടെ ഒരു ട്രോമ വരേണ്ടതായ സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മളതിനെ ഓവർകം ചെയ്യാൻ സത്യം. ശരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സത്യമാണ്, ഒരു വലിയ കാര്യമായിട്ട്. എനിക്കതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ അനുവിന്റെ അടുത്ത് സംസാരിക്കാന്ന് പറയുമ്പോ എല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് കൊണ്ട് പുതിയതായിട്ട് എന്ത് ചോദിക്കണം ഞാനും പറഞ്ഞത്. ഇന്റർവ്യൂ എന്നുള്ളത് മറന്നു പോകും. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ട്രോളൊക്കെ വാങ്ങിച്ചാൽ രണ്ടുപേരും നല്ല ട്രോളായിരുന്നു ട്രോള് ചെയ്ത ആരാണെങ്കിലും. അതെ അതെ അതെ. പക്ഷെ അതിനൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് എത്ര നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. മറ്റേ തിരക്കിനിടയിൽ വരുമ്പോ നമുക്ക് അതെ ഓർത്തെടുക്കാൻ സമയമില്ല, അത് കഴിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിയാ നമുക്ക് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതെന്താ പറയാ, ഒരു നമുക്കൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് വീണ്ടും ഇൻവോൾവ് ആകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അയ്യോ അന്ന് നല്ല രസമായിരുന്നു അല്ലേ എന്ന് തോന്നും. ട്രോൾ ആയെങ്കിലും അത് രസമായിരുന്നു അല്ലേ, നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു, പിന്നെ അതിനെ വീണ്ടും നമ്മളിരുന്ന് ട്രോൾ ചെയ്യും. അതാ പറഞ്ഞത്, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. അതെ, ഇത് ഈ ആക്റ്റീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭയങ്കരമായിട്ട് അനുവിൽ വന്നൊരു മാറ്റം ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോൾ അതുകൊണ്ട് മനസ്സിലാവണില്ല അനുവിൽ വന്നൊരു മാറ്റം, അതിനെ കുറിച്ച് പറയൂ. അനു തടി കുറച്ചു, അതും തടി കുറച്ചു, 9 കിലോ കുറച്ചു. ചീത്തപ്പേരുണ്ടാക്കും. അത് ഇതുപോലെ ഈ ലോക്ക്ഡൌണിന് കുറച്ച് മുമ്പേ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നോടൊരു ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ട്രെയിനറായിട്ട് വരട്ടെ, ഒരു ചാലഞ്ചിങ് ആയിട്ട് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ദിവസം ഞാൻ വലിയൊരു ചലഞ്ചാണോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഉണ്ണിയേട്ടനോട് ഡയറ്റിനെ കുറിച്ച് ചോദിക്കണേ. അപ്പം കറക്റ്റ് ഇങ്ങനെ ഒരു പ്ലാനൊക്കെ അയച്ചു തന്നു, കുറെ എക്സസൈസ് ഒക്കെ പറഞ്ഞു. അതെ അതെ. അങ്ങനെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് മടി കാണിച്ചു, ഞാൻ അങ്ങനെ കറക്റ്റ് ഒന്നും ഫോളോ ചെയ്തില്ല. പക്ഷെ ഒരു 2 ആഴ്ച ഞാൻ ചെറുതായിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് കൊള്ളാം, ഒരു 2 കിലോ ഒക്കെ കുറയുന്നുണ്ട്, 3 കിലോ കുറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും മടി കാണിച്ച് ഞാനത് ചെയ്തിട്ടും എനിക്ക് മാറ്റം വരുന്നുണ്ട്, എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു 2-3 ആഴ്ച സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തു. ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ, എക്സസൈസിന് പകരം ഞാൻ ചെയ്തേ. അപ്പം എനിക്കൊരു 2 ആഴ്ചയിൽ എനിക്കൊരു 6 കിലോ കുറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരുന്നത്. ഇപ്പൊ 9 കിലോ കുറഞ്ഞു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് നിർത്തി, എനിക്കൊരു മടി തോന്നി. അപ്പൊ പക്ഷെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കൊള്ളാം, ഇത് രസമുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ എനിക്ക് ഓക്കെയാണ്, ഇത് രസമുണ്ടല്ലോ, തടി കൂടുന്നു കുറയുന്നു ഓക്കെ, ഒരു രസമുണ്ട് എന്നുള്ള രീതിയിലായി. പച്ചവെള്ളം കുടിച്ചാലും തടിക്കും. അതെ അതെ, എനിക്ക് 2 ദിവസത്തിനുള്ളിൽ മെലിയുകയും ചെയ്യും, അതേപോലെ ഞാൻ തടിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് കൊള്ളാൻ തോന്നിയത്, ഈ കളി ഇഷ്ടമായി എനിക്ക്. അപ്പം ഞാൻ എന്തായാലും ചെയ്യാം. അപ്പം ആദ്യം എന്നെ കളിയാക്കി, നിനക്ക് നടക്കില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. വിഷ്ണുവേട്ടനും നിന്നെ കൊണ്ട് പറ്റില്ല, വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പറ്റും. എന്താണ് ഫോളോ ചെയ്ത ഡയറ്റ്? അത് ഇനിയിപ്പോ തടിയുള്ള ആൾക്കാർക്ക് കഴിഞ്ഞപ്പോഴുള്ളവർക്കൊക്കെ ഗുണം ചെയ്യും. ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചവർക്കൊക്കെ. ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് കട്ടിയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കും. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരു 7:30 ആകുമ്പോൾ ഞാൻ 5 എഗ് വൈറ്റും അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് എഗ് വൈറ്റ് 5 കഴിക്കുക പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത്, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ശീലമായി. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വിശക്കുകയാണെങ്കിൽ ഞാൻ വെജിറ്റബിൾ കട്ട്സോ, ഞാൻ ആ സമയത്ത് ഷൂട്ടിങ്ങിലായിരുന്നു കുറച്ച് ദിവസം, അപ്പം എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ഇതിൻ്റെ ഇടയിൽ ഷൂട്ടും നടക്കും, ഇതൊക്കെ കിട്ടുകയും ചെയ്യും, ഞാനായിട്ട് ചെയ്യണ്ടല്ലോ, എളുപ്പമായിരുന്നു. കൂടുതൽ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്തു തരും. ഷൂട്ട് നടക്കണോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് ബ്രൗൺ റൈസും എന്തെങ്കിലും കറിയും കൂട്ടി ചോറുണ്ണും. വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കും. അതാണെന്ന് തോന്നുന്നു എനിക്ക് മെയിനായിട്ട് പ്രശ്നം. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശക്കാറില്ല. അതിപ്പോൾ ഞാൻ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് ഞാൻ. പിന്നെ
വിശന്നാൽ മാത്രമല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും. അല്ലെങ്കിലും പിന്നെ ഷുഗർ നന്നായിട്ട് കട്ട് ചെയ്തു, ചായ കുടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഷുഗർ കംപ്ലീറ്റ് കട്ടൻ കാപ്പി മാത്രം കുടിക്കും ഷുഗർ ഇല്ലാണ്ട്. പിന്നെ ഡാൻസ് പ്രാക്ടീസാണ്. അത് 1-2 തവണയല്ല, ഒരു 5-6 തവണ 7 തവണയൊക്കെ ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ പ്രാക്ടീസ് ചെയ്യും. 10 മിനിറ്റിൻ്റെ ഒരു ഡാൻസ് അങ്ങനെ 6 തവണ അങ്ങനെ. എനിക്ക് പിന്നെ വീട്ടിലെത്തിയ സമയത്ത് പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വീട്ടിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഷൂട്ടിംഗ് കഴിഞ്ഞൊരു 1 വീക്കിനുള്ളിൽ വീണ്ടും ലോക്ക്ഡൗൺ ആയി. അപ്പോൾ വീട്ടിലായി. അപ്പോൾ എനിക്ക് ഡാൻസ് പ്രാക്ടീസിന് നല്ല സമയം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ചെയ്തു തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഒരു 6-7 തവണയൊക്കെ ഞാൻ ഡാൻസ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യും. അപ്പൊ ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. ഇതാണ് ഞാൻ ചെയ്ത ഡയറ്റ്. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ചിട്ടായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തടി കുറയും, കൂടുകയൊക്കെ ചെയ്യും. ചിലർക്ക് ഒരുപാട് എനിക്ക് ഇത് രണ്ടും പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ട് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എനിക്ക്. ചിലവർക്ക് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും എല്ലാ റിസൾട്ടും വരിക. ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ അനുവിന്റെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ നമ്മൾ സംസാരിച്ച് കണ്ടിട്ട് തന്നെ പറയുന്നത് എനിക്ക് മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഫോട്ടോ വരുന്നതുകൊണ്ട് നമുക്ക് അറിയാം. ഇപ്പൊ അതിനുശേഷം ഞാൻ ആരൊക്കെയോ കുറെ പേരെ സംസാരിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു എന്റെ അടുത്ത് അല്ല ബിബിൻ കഴിഞ്ഞ ബിബിനായിട്ട് ഞാൻ കണ്ടപ്പോ ബിബിൻ എന്റെ അടുത്ത് പറഞ്ഞു അതിന് തടിയൊക്കെ കുറഞ്ഞല്ലേ. അത്ഭുതം. ഞാൻ എന്റെ അടുത്ത് ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ഒരു മാറ്റം വരുത്തും. അതിന് തടിയൊക്കെ ഞാൻ പറഞ്ഞു അതെ അനു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട് തടി കുറഞ്ഞ ഫോട്ടോ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞു. ആരും എക്സ്പെക്ട് അത് ഇത്രയും ദിവസത്തിന് ശേഷം വീണ്ടും കാണുമ്പോ ഈ പെട്ടെന്ന് ഒരുപാട് മെലിഞ്ഞ പോലെ തോന്നും. അത് കുറെ നാള് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊടുന്ന ചിലപ്പോൾ അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കാണുമ്പോ അത്രയ്ക്ക് മെലിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ ഞെട്ടോ, അത്രയ്ക്ക് ഞാൻ മെലിഞ്ഞോ. ഫോട്ടോ പിന്നെ നമ്മള് കാണുമ്പോ നമുക്കറിയാലോ ഇനിയൊരു 4 കിലോ കുറയ്ക്കണം എന്നുണ്ട് എനിക്ക്. അതിൽ കൂടുതൽ ഞാൻ എന്തായാലും ഇല്ല, അതിൽ കൂടുതൽ വേണ്ട, അതെനിക്ക് എനിക്ക് ചേരില്ല. ചിലർക്ക് എന്റെ മുഖമൊക്കെ ഒട്ടിപ്പോവും. ഭയങ്കരമായിട്ട് ഒരുപാട് മെലിയണത് എനിക്ക് ഇഷ്ടമല്ല, പറ്റില്ല. എനിക്ക് ഭക്ഷണം കഴിക്കണം, എന്നെ കൊണ്ട് വയ്യാന്ന്. അപ്പൊ അതിന് അല്ല അത് ലിമിറ്റില് നിർത്തും. അതൊരു പക്ഷെ ആക്ച്വലി അത് ഭയങ്കര പോസിറ്റീവ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടി കുറയ്ക്കാൻ പറ്റില്ല എന്ന് എത്ര പേര് പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഡയറ്റ് ഒന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് കുറയ്ക്കണം എന്ന് അങ്ങനെ തോന്നിയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട, ഇത്ര തടി വേണ്ട, ഇത് ശരിയാവില്ല എന്ന് എനിക്ക് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ കുറയ്ക്കണം തോന്നി എനിക്ക്. കാരണം ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കിതപ്പ് വരുന്ന പോലെ തോന്നുക. അപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഓക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എന്തായാലും ഒരു ഡയറ്റ് എടുത്തേക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ഈ റിസൾട്ട് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. ലേറ്റ് ആകുമ്പോഴാണ് മടിയാവുക. ഇൻസ്റ്റന്റ് റിസൾട്ട് ആകുമ്പോൾ നമ്മൾ എല്ലാ പെട്ടെന്ന് വേഗം ചെയ്യും. അതെ, അല്ല അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് അനുവിന്റെ ഫോട്ടോ ഇത്രയും കാലം കണ്ട് പെട്ടെന്ന് ഒരു മാറ്റം. അതെ 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 അതെ, ആരും പ്രതീക്ഷിച്ചില്ല. അത് വളരെ നല്ല ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഇത്ര തടി കുറച്ചു. അതെ, ഞാൻ പെട്ടെന്നൊരു ദിവസമാണ് അത് പോസ്റ്റ് ചെയ്തത്. അത്രയും ദിവസം ഞാൻ വരെയുള്ള ഫോട്ടോ പഴയ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇട്ടോണ്ടിരുന്നേ. പിന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് റീൽസ് ചെയ്തു. എനിക്ക് ഇഷ്ടം റീൽസ് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളിൽ നമുക്ക് നമ്മളെ കാണണം തോന്നില്ലേ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം തോന്നും. അപ്പൊ അങ്ങനത്തെ പാട്ടുകളിൽ എനിക്ക് എന്നെ കാണാനും ഡാൻസ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റാതെ പോയ ഇഷ്ടമുള്ള പാട്ടുകൾ. അല്ല കുറേ റീൽസ് ഞാൻ കുറേ ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഡാൻസ് വീഡിയോസ് ഭയങ്കര മറ്റേ നമ്മുടെ ബിജുചേട്ടന്റെ അമ്മയുടെ കൂടെ. അയ്യോ ഭയങ്കര ക്യൂട്ടാട്ടോ അമ്മ അല്ലേ. പക്ഷെ എന്താ പറയാ, ഞാൻ തെറ്റി അമ്മയോട്. കാരണം കമന്റ്സ് ഫുൾ അമ്മയാണ് അടിപൊളി എന്നാണ്. ഞാൻ തെറ്റി. ഞാൻ പറഞ്ഞു ഇനി ഞാൻ അമ്മയുടെ കൂടെ ഞാൻ ചെയ്യില്ല. ഞാൻ ബിജുചേട്ടനോട് മെസ്സേജ് അയച്ചു. അപ്പൊ ബിജുചേട്ടൻ പറഞ്ഞു ബിജുചേട്ടന്റെ അവസ്ഥ തന്നെയാണ്, അമ്മയുടെ കൂടെ ചെയ്താൽ അമ്മേനെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഞാൻ ബിജു അമ്മയുടെ കൂടെ ഇട്ടിട്ട് ഞാൻ കണ്ടു. അതെ അതെ സെയിം. ഞങ്ങളൊരു ആഡ് ഷൂട്ടിന് പോയപ്പോൾ അമ്മ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അമ്മയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് എടുത്തതാണ്. ജസ്റ്റ് ആ വീഡിയോ കണ്ട് അപ്പൊ തന്നെ പഠിച്ചങ്ങ് എടുത്തു. ഞാൻ ആ വീഡിയോ രണ്ടും കണ്ടിട്ടുണ്ട്. അത് കാരണം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടു. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ സമയത്ത് നമ്മളെ എൻഗേജ് ആയിരിക്കണം. പറഞ്ഞ പോലെ ഒരുപാട് കയറിപ്പോയി. അതെ അതെ അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. പിന്നെ വിഷ്ണുവേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് എടുക്കാനും ആളുണ്ട്. വേറെ ഒരാളെ അതെ അതെ അതെ, വേറെ ആരെങ്കിലും ഉണ്ടോ ക്യാമറാമാൻ എന്ന് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ തോന്നുകയാണ് വിഷ്ണുവേട്ടൻ ഒരു വീഡിയോ എടുക്കാൻ പോയോ എന്ന് വിളിച്ച്. വിഷ്ണു കൂടെ ഉണ്ടല്ലോ. നമ്മൾ റീൽസിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ പാട്ട് നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നിയിട്ടുള്ള ആ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തു പറഞ്ഞ ഏതായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയൊരു പാട്ടിൽ ഞാൻ ചെയ്തേ മിഴിയോരം.
പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ അതിലിങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞത് വാ മഴയും ഉണ്ട് ആ സമയത്ത്. അപ്പം നല്ല മൂഡ്, വയനാട്ടിൽ വീട്ടിലുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. തട്ടിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോ ഒക്കെ വന്ന് എന്നിട്ട് അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? റിപ്ലൈയും വേറൊരു ഫോട്ടോ 14 രാവുദിച്ചത് അതിനല്ലേ കൺവേർട്ടഡ് ടു എന്ന് ചോദിച്ചത് പെരുന്നാളിനാണ്. പെരുന്നാളിന്റെ സമയത്താണ് എന്നിട്ടപ്പോ അത് എനിക്ക് തോന്നുന്നു മലയാളി അല്ലാന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചത് മലയാളി അല്ലാന്ന് തോന്നുന്നു. കൺവേർട്ടഡ് ടു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഞാൻ ഹ്യൂമൻ എന്ന് പറഞ്ഞു, ഞാൻ നോർമലി പറഞ്ഞത്. പക്ഷേ മനുഷ്യനായി. അതെ, ശരിക്കും അയാൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചോദിക്കാന്നൊന്നും ചോദിച്ചില്ല. അതെ അതെ, അതിങ്ങനെ കുറച്ചുപേരൊക്കെ കുറെ സംസാരിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കാണാറുണ്ടായിരുന്നു, ന്യൂസ് വന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. പിന്നെ ഇടയ്ക്ക് ചില കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചില നല്ല കമന്റ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അതെ, നല്ല കമന്റ്സും നല്ല അഭിപ്രായങ്ങളും ഇപ്പം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയണത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. നമ്മളിപ്പോ ഒരു സംഭവം ഇടുമ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും എക്സ്പെക്ട് ചെയ്തിട്ടാണ് രണ്ടും നമുക്ക്. അതെ അതെ, ഓക്കെയാണ് നമ്മളത്. അതാണ് പറഞ്ഞത്. ചില ആൾക്കാർ പറയാം ഇത് ഞാൻ തമാശയായിട്ട് കൊടുത്തൊരു റിപ്ലൈ ആണ്. പക്ഷെ അതെനിക്ക് ഞാനത് കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടല്ലോ ബേസിക്കലി ഇങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ടാവും. കാരണം ഇങ്ങനെ ചോദിക്കും സ്ഥിരമായിട്ട് ഇപ്പൊ എപ്പോഴും നീടുന്നത് നാടൻ ഇങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ. പിന്നെ ഇവർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് എന്റെ വീട്ടില് അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജും കൂടിയല്ലേ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ശീലമേ ഇല്ല, ഇന്നത് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും റെസ്പെക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ചിലർക്ക് അറിയില്ല, ചിലപ്പോ ഇയാൾക്ക് അറിയണ്ടാവില്ല. അതെ, ചുമ്മാ ഒന്ന് ചോദിക്കുകയും ചെയ്യും. അതുപോലെ തിരിച്ചൊരു കമന്റ് ഹ്യൂമൻ എന്നുള്ളത് അത് ഭയങ്കര നമ്മൾ ഒരു ജസ്റ്റ് ഒരു വേർഡിലാണെങ്കിലും ആ റിപ്ലൈ കൊടുക്കുന്നതിനൊരു നല്ലതാന്ന് തോന്നി. ഞാനത് റീൽസ് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ ആ റീൽസിന്റെ കാര്യം. ഫേസ്ബുക്കിലായിരുന്നു തോന്നുന്നു കമന്റ് വന്നത്. ചിലത് നമുക്ക് ചോദിക്കുമ്പോ അതെ, ചിലപ്പോ നമുക്ക് അറിയാണ്ട് വായിൽ വന്നു പോണതാ. പെട്ടെന്ന് ആ കമന്റ് കാണുമ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മെൻഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയും അത് കണ്ടു. ആൾക്കാർ ഇതൊക്കെ എടുത്തത് അല്ല. ഇപ്പൊ കമന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സാധാരണ എപ്പോഴും നമ്മളിപ്പോ പറയണ പോലെ തന്നെ പോസിറ്റീവ് മാത്രമൊന്നുമല്ല, എപ്പോഴും നെഗറ്റീവ്. അങ്ങനെ ഇപ്പൊ എപ്പോഴും തടി കൂടുന്ന ഒരാളെ തടിക്കുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ നെഗറ്റീവായിട്ട് വന്നൊരു കമന്റ് എന്തായിരുന്നു? അങ്ങനെ അയ്യോ എന്തിനാ ഇങ്ങനെ പറയുന്നേ എന്ന് തോന്നിപ്പോയ ഏതെങ്കിലും കമന്റ് ഉണ്ടോ? ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. അയ്യോ, ഞാൻ പൊതുവെ കമന്റ്സ് വായിക്കുന്നത് കുറവാണ്. അറിയുന്ന കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പൊ നെഗറ്റീവ് കണ്ടാൽ എനിക്കത് എന്നെ ബാധിക്കാറില്ല. ആരോ ഒരാൾ പറയണു, എനിക്കറിയ പോലില്ല, ഞാൻ കാണാത്ത ഒരാൾ എവിടുന്നോ പറയണം, അതെന്നെ ബാധിക്കുന്നില്ല. പിന്നെ നമ്മൾ അടുപ്പമുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല കമന്റ്സിൽ ഇപ്പം നെഗറ്റീവ് പറയുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് സ്വീകരിക്കണം എന്ന് തോന്നുന്ന ചില കമന്റ്സ് വരും. അപ്പൊ അനു കുറച്ച് തടി കുറയ്ക്കാനും ഇത് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നില്ല. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് അവര്, ഇനി വേണ്ടാന്ന് പറയുകയാണ്. അപ്പൊ അതിന് ഞാൻ ഓക്കെയാണ്. അല്ലാത്ത കമന്റ്സ് എന്നെ ബാധിക്കാറേ ഇല്ല. അങ്ങനത്തെ കമന്റ്സിന് ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇല്ല, ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് കണ്ടിട്ടുണ്ട് എന്നെ പറ്റി തന്നെ. അപ്പൊ അത് എനിക്ക് ഒരുപക്ഷെ ശീലമായതുകൊണ്ടായിരിക്കാം. പക്ഷെ ആദ്യം മുതൽ ഞാൻ അതിനെ കെയർ ചെയ്യാറില്ല. വേറെ ആളുകൾ എന്ത് പറയണു അല്ലെങ്കിൽ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ അത്രേ ഉള്ളൂ. അതിലങ്ങ് വിടും. ഓക്കെ, അത് സാരില്ല, പോട്ടെ. ചിലപ്പോഴൊക്കെ വിഷമം ഇത്രയെങ്കിലും തോന്നിയാലായി, അത്രേ ഉള്ളൂ. നോക്കാറില്ല അങ്ങനെ. അതെ, എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ അതൊരു ഫോട്ടോ ഇടുമ്പോൾ എന്തെങ്കിലും പറയാൻ. അതെ അതെ, അതൊരു ചിലവരുടെ ശീലം. അതപ്പോൾ അത് അങ്ങനെ വിടുക, അത്രേ ഉള്ളൂ. ചിലതിന് ഇതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും അനുവിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇത് പറയുമ്പോൾ നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴുള്ള ഒരു കമ്പാരിസൺ എപ്പോഴും വരാറില്ല. കാവ്യായിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഫോട്ടോസ് തന്നെ എടുത്തു വെച്ചിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് മുമ്പുള്ള കാവ്യയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമുക്ക് കമ്പാരിസൺ ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. ചില നല്ല ഇതിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ടാണോ എടുക്കുന്നത്? ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണേ.
പിന്നെ ഞാൻ സത്യം പറയാലോ, കാവ്യ ചേച്ചിയെ പോലെ ഉണ്ടെന്ന് ഓരോ തവണ ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്തൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ണാടി പോയി നിന്ന് നോക്കും. കാവ്യ ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ പറയും, എന്നെ കാവ്യ ചേച്ചിൻ്റെ കൂടെ എനിക്കിത് തെറ്റ് പറ്റുമോ? ഞാൻ എൻ്റെ മനസ്സിൽ കാവ്യ ചേച്ചിയുടെ ഭംഗിയുടെ അടുത്തൊന്നും ഞാനില്ല. എനിക്കത് നല്ല ബോധമുണ്ട്. എനിക്ക് കാവ്യ ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഭംഗിയുള്ളൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമാ നടിയാണ്. എവിടെ നിന്ന് നോക്കിയാലും ഭംഗിയാണ്. ഞാൻ അങ്ങനെയല്ല, എനിക്കറിയാം, എന്നെപ്പറ്റി എനിക്കറിയാം. പക്ഷെ എവിടെയെങ്കിലും ചിലവർക്ക് സാമ്യം തോന്നുന്നുണ്ടാവും. അത് ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അനുവിന്റെ വേഷങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അതായിരിക്കാം ചിലപ്പോൾ നാടൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നോണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ അത്രയും സുന്ദരിയായിട്ടുള്ള കാവ്യ ചേച്ചിയുടെ അടുത്ത് കൂടെ ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സന്തോഷം, പിന്നെ അത്ര അടുക്കുള്ളൂ. നമ്മളിപ്പോ എല്ലാവരും ചിലപ്പോ പറയും ചില ചായ ഒരേപോലെ ഉണ്ട്, അത് ചിലത് നല്ലായിരിക്കും, അവർക്ക് തോന്നുമായിരിക്കും. അതെ അതെ, ചിലർ ഒട്ടും ബന്ധമില്ലാത്ത ആളുകളുടെ പേര് പറയാറുണ്ട്. അപ്പോൾ അതാ ഞാൻ വിചാരിച്ചേ, എന്തായാലും എനിക്ക് തന്നെ മോശം, അയ്യോ എന്താ അങ്ങനെ പറയണ, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഏതോ ഓരോരുത്തരുടെ ഒരു അവർ പറയുന്ന അഭിപ്രായമായിട്ടേ കാണുന്നത്. നമ്മൾ പറയില്ലേ ചിലവരെ കാണുമ്പോൾ അവരെ പോലെ ഇരിക്കണു എന്ന് പറയില്ലേ, കോമൺ ആണ്, എല്ലാവരും സംസാരിക്കും. എത്ര പേരെ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. നമ്മള് പറഞ്ഞു എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ അങ്ങനെയുള്ളത് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി അവർക്കും താല്പര്യമായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ ഭയങ്കര വലിയൊരു ഫാനാണ് അനുന്ന്. എല്ലാവർക്കും അറിയാം. അനു മമ്മൂക്ക ഞാൻ ഇപ്പൊ ഇടയ്ക്ക് കാണാറുണ്ട് ടിവിയില് സിനിമ കാണുമ്പോ ആ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇടാറുണ്ട്, അതും കാണാറുണ്ട്. അതെല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. ഈ സത്യം പറഞ്ഞ സിനിമയിൽ വരുന്നതിന് മുമ്പേ മമ്മൂക്ക ഫാനാണ് എനിക്ക് സത്യം. അതെ, ഒരു ഡൈ ഹാർട്ട് മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കയുടെ ഫോട്ടോ ഇവിടെ കണ്ടാലും സ്റ്റോറി ഇടുന്ന ഒരാളാണ്. എനിക്ക് ഞാൻ അങ്ങനെ അധികം, അതായത് ഇപ്പൊ ഒരു നടിയാവുന്നതിന് മുമ്പത്തെ അത് ഞാൻ അധികം കണ്ടിട്ടില്ല ആരുടെയും സ്റ്റോറീസിൽ. ചിലപ്പോ ഏതെങ്കിലും റീസെന്റ് മൂവീസിന്റെ ഇട്ടത് കണ്ടിട്ടുണ്ട് ആരെങ്കിലും. പക്ഷെ ഇത് പണ്ട് അല്ലെങ്കിൽ പഴയ ടിവിയിലൊക്കെ വരുന്ന മൂവീസ് അടക്കം എടുത്തിടുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും. എല്ലാവരും ചോദിക്കും മമ്മൂക്കാനെ എന്താ എത്ര ഇഷ്ടം, മമ്മൂക്ക് എത്ര ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയാതെ ഇഷ്ടമാണ്, എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ഞാൻ മദ്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ എന്നോട് വീട്ടിനടുത്തുള്ളവരൊക്കെ ചോദിക്കും, അനു എന്തൊക്കെയാ കണ്ടേ, ചിങ്ങിനി എന്നാണ് വിളിക്കുക, ചിങ്ങിനിക്കുട്ടി എന്തൊക്കെയാ കണ്ടേന്ന് ചോദിക്കും. അപ്പം ഈ സംസാരിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ ഞാൻ കള്ളം പറയുമായിരുന്നു. ഞാൻ പോയി ചെന്നൈയിൽ നിന്ന് ഞാനും മമ്മൂക്കാനെ കണ്ടു, മമ്മൂക്ക ഇങ്ങനെ എന്നെ തോണ്ടിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതെൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ തള്ളുന്നതാണ്. ഞാൻ സ്വയം വിചാരിക്കും, ഓ ഞാൻ കണ്ടു, ആ ഇഷ്ടം കൊണ്ട് പറയണതാണ്. പിന്നെ കുറച്ച് വലുതായപ്പോൾ തന്നെ എനിക്ക് മമ്മൂക്കയൊന്ന് ദൂരെ നിന്ന് കണ്ടാൽ മതി, അങ്ങനെയായി. എനിക്ക് മിണ്ടൊന്നും വേണ്ട, എനിക്കൊന്ന് കണ്ടാ മതി. കൂടെ അഭിനയിക്കും. അതെ, അതാണ്, അത് വലിയ ഭാഗ്യമായിട്ടോ. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം, അത്രയും ആ ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും ഇവിടം വരെ സംഭവിച്ചത്. അപ്പോൾ ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് മമ്മൂക്കയെ ഓർമ്മ വരുമ്പോൾ ചിലപ്പം പെട്ടെന്ന് മമ്മൂക്ക സുഖാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അതെ സത്യം. അന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതേ ഞെട്ടിലാണ് ഇപ്പോഴും മമ്മൂക്കയുടെ കയ്യിൽ നിന്നൊരു ജസ്റ്റ് കാണുമ്പോഴായാലും അതെ ഫസ്റ്റ് ടൈം മമ്മൂക്കയെ കാണുന്ന പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്ക. കഴിഞ്ഞ വർഷം ചമയങ്ങളുടെ സുൽത്താൻ പിറന്നാളിന് എൻ്റെ ഫ്രണ്ട് സാനിയാണ് അത് ഡയറക്ട് ചെയ്തത്. അപ്പം അവരും വൈശാഖും കൂടെ സാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൈശാഖിന് ഭയങ്കര ഇഷ്ടമാണ്. ആ റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. അതെ, ഞങ്ങൾ എപ്പോൾ കൂടിയാലും മമ്മൂക്കയെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാനിയും വൈശാഖും പറയണത് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ എന്നുള്ളത്. മമ്മൂക്കയുടെ പിറന്നാളിന് മമ്മൂക്കയെ കുറിച്ചാന്ന് കേട്ടപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അതും നല്ല റീച്ചായി. എനിക്ക് സാനിയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി, മമ്മൂക്കാക്കും ഇഷ്ടമായി. ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതും നന്നായി, നല്ലൊരു വർക്കായിരുന്നു സാനി ചെയ്തത്. ഞാൻ പറഞ്ഞു ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് അതെ അതെ ഇപ്പം അത് വന്നിട്ട് ഒരു 1 year കഴിഞ്ഞു. ഈ വർഷം മമ്മൂക്കയുടെ പിറന്നാളിന് അത് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയതാണെങ്കിൽ പോലും ഈ വർഷം അത് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പെട്ടെന്ന് ഓർത്തത്. കാരണം ഇപ്പൊ നമുക്ക് അടുത്ത മാസം മമ്മൂക്കയുടെ പിറന്നാൾ വരികയാണ്, സെപ്റ്റംബർ. എന്റെ വീട്ടിൽ എന്റെ അമ്മ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. എന്റെ വീട്ടിൽ എല്ലാവരും അതെ. ചെറുപ്പത്തില് മമ്മൂക്കയുടെ പടം കാണാനാണ് അമ്മ എപ്പോഴും കൊണ്ടുപോകുള്ളൂ തിയേറ്ററിൽ. അതേ ആണെങ്കിലും അത്ര ഇഷ്ടമാണ് എപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് അപ്പൊ എന്റെ കസിൻസ് ഒക്കെ എപ്പോഴും പറയാറുണ്ട്,
ഇപ്പൊ നിങ്ങൾക്ക് പണ്ടൊക്കെ മമ്മൂക്കേനാണല്ലോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ അത് വല്യമ്മ പണ്ട് മമ്മൂക്കനെ അല്ലേ കാണാൻ കൊണ്ടുപോകുള്ളൂ കൊണ്ടോണല്ലോ അന്ന് സിനിമ എളുപ്പമല്ലല്ലോ. അപ്പൊ കസിൻ സിസ്റ്റേഴ്സ് പറയാം അത് വല്യമ്മ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ, വല്യമ്മ മമ്മൂക്ക ഫാനാണല്ലോ, അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ എങ്ങനെയായത്, നിങ്ങൾ ഇന്നാളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലോ. അപ്പൊ പറയാം അന്നേ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അന്ന് ഇത്രയും സിനിമ കാണാൻ പോക്കൊന്നും ഇല്ല, വല്ലപ്പോഴും പോകാൻ പറ്റുകയാണെങ്കിൽ അന്ന് ഇറങ്ങുമ്പോ മമ്മൂക്കപ്പടെ കാണിക്കുള്ളൂ. അമ്മയ്ക്കൊരു ഉമ്മ. അതെ പറയണോ, ഭയങ്കര. ഞാൻ പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ സിനിമകളും ഒരു സിനിമ പോലും ഇടാതെ ചെറുപ്പം മുതൽ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. ഞാനും മമ്മി, മാനു, അനിയത്തി, ഞങ്ങള് മാനു പറയും, മാനു എന്ന് പറഞ്ഞാൽ അച്ഛൻ, മാനു പറയും ഞാൻ ഇന്ന് വരുമ്പോഴത്തേക്കും സ്കൂളിലേക്കുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും എന്ന് പറയും. അപ്പോൾ എന്നില്ല എക്സാമിന് പോലും ഞാൻ അത്ര ഇരുന്ന് പഠിക്കില്ല എന്നേ, സിനിമ കാണാൻ പോകാനായിട്ട് അത്രയും ഇഷ്ടമാണ് സിനിമ കാണാൻ പോകാൻ. അപ്പൊ ഇപ്പൊ തിയേറ്ററൊക്കെ കുട്ടി കിടക്കണോണ്ട് ഒരു വിഷമമുണ്ട്. അതാണ് നമ്മൾക്ക് നമ്മുടെയൊക്കെ ഫുൾ ടൈം നമ്മളെ കാര്യമാണ്. ഇപ്പൊ കുറച്ച് അതൊരു പറഞ്ഞപ്പോഴാണ് OTT-യില് കുറെ പടങ്ങൾ വന്നത്. പക്ഷെ OTT-യിലെ മാറ്റം നമ്മളിപ്പോ പറഞ്ഞില്ലേ, അത് നമ്മൾ യൂസ് ടു ആയി. വീട്ടില് നമുക്കിപ്പോ എല്ലാവർക്കും ഹോം തിയേറ്റർ സെറ്റപ്പ് ആൾക്കാർക്ക് ഉണ്ടാവും, അല്ലാത്തവർക്കുണ്ടാവും. നമ്മുടെ സമയത്തിന് സിനിമ കാണാം. പക്ഷെ എങ്ങനെയാണ് ഇതിനൊരു ആ ഒരു മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ശരിക്ക് തിയേറ്ററിൽ ഇപ്പൊ നമ്മൾ എത്ര ഹോം തിയേറ്റർ സെറ്റ് ചെയ്താലും ആ തിയേറ്റർ ആംബിയൻസ് ഒരു പക്ഷെ നമുക്ക് കിട്ടില്ല. കാരണം ഒരുപാട് ആളുകളുടെ കൂടെ അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളും കണ്ടിട്ട് ഒരു സിനിമ കാണുന്ന ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പം തിയേറ്ററിലിരുന്ന് കാണുന്ന ഫീല് വേറെ തന്നെ. OTT റിലീസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടായി, ഒരുപാട് സമയത്തിന് കാണാം. പിന്നെ സിനിമ ഇൻഡസ്ട്രിക്കും കുറെ റിലീസ് ആവാനിരിക്കുന്ന ഒരുപാട് മൂവീസൊക്കെ റിലീസാക്കാൻ പറ്റി. ഇനിയും അങ്ങനത്തെ മൂവീസൊക്കെ വരും. പക്ഷെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഫീൽ എന്തായാലും നമുക്ക് വീട്ടിലിരുന്ന് ഓണചിത്രങ്ങൾ അയ്യോ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു സത്യമായിട്ടും എത്ര സിനിമകൾ ഉണ്ടാവൂലേ റിലീസ്. നമ്മള് വർക്ക് ചെയ്യുന്ന പടമാണെങ്കിൽ അതെ 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 നമുക്ക് ആ ഒരു സമയം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ നമ്മൾ കാത്തിരിക്കും. പിന്നെ സിനിമയുടെ റിലീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ. ഓണം എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ ഓണം സ്പെഷ്യൽ ആയിട്ടാണ് സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഓണചിത്രങ്ങളൊക്കെ. അതിപ്പോ ഞാൻ നമ്മളെല്ലാം ആരോട് ചോദിച്ചാലും ഓണത്തിന് പ്രത്യേകിച്ച് അവർക്ക് പറയാനുണ്ടാവുക സിനിമകള്, പടങ്ങൾ, അതെ അതിനെ ബേസ് ചെയ്തിട്ടും എന്തായാലും മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് എല്ലാം റെഡി ആവട്ടെ. അടുത്ത കൊല്ലത്തേക്കെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഓണമെന്നല്ല എല്ലാ ഫെസ്റ്റിവലിലും പടങ്ങളുണ്ടാവും. വർക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എല്ലാവരും സംബന്ധിച്ച്. അതെ 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 ഏത് എല്ലാ മേഖലയും ഡൗൺ ആണ്, ഫിലിം ഇൻഡസ്ട്രിയും ഡൗൺ ആണ്. ഈ ഓണത്തിന് പിറന്നാളാണ് അല്ലേ, അതൊരു ഞാനും കുറച്ചു ദിവസം മുമ്പ് അറിയണം അയ്യോ എന്റെ പിറന്നാളിലാണ് ഓണം വരുന്നതെന്ന്. അതിന്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. കാരണം എല്ലാവരും ആഘോഷിക്കും. ഓണത്തിന് പിറന്നാൾ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. സത്യമാണ്. അല്ല ഒരു ഫെസ്റ്റിവലും പിറന്നാൾ. പക്ഷെ ഒരു വിഷമം എന്താണെന്നറിയാമോ, ഈ ഓണത്തിനും സാധാരണ ഓഗസ്റ്റിലാണല്ലോ ഓണം വരുന്നത്. അപ്പൊ കോടി നമുക്ക് എനിക്ക് ഓണത്തിനും കിട്ടും എന്റെ പിറന്നാളിനും കിട്ടും, രണ്ടും കൂടെ ഒരെണ്ണായി. അതൊരു വിഷമമാണ്. സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കാം വീട്ടിൽ ആരെങ്കിലും ഒരു വിഷമുണ്ട്, സാരല്ല. അതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും ഓണത്തിനാണല്ലോ പിറന്നാൾ, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അതെ ഓണം എന്ന് പറയുന്നത് അത് പറഞ്ഞ പോലെ മലയാളികളെ സംബന്ധിച്ച് എല്ലാ ഓണക്കോടി കിട്ടുക അത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഇത്തവണ പിറന്നാൾ കോടി ഓണക്കോടി ഒന്നിൽ ഒതുങ്ങി പോകുന്നുള്ള വിഷമം ഉണ്ടല്ലേ, ചില നമുക്ക് പരിഹരിക്കാം. അപ്പൊ ഇത്ര നേരം നമുക്ക് ഓണവിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ചിത്രങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മളെന്താ ഇനി അടുത്ത ഓണത്തിന് ഇതിലും എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും പുതിയ പുതിയ വിശേഷങ്ങൾ പറയാനുണ്ടാകട്ടെ. പുതിയ എല്ലാവരും നോർമൽ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് മാസ്ക് ഒക്കെ മാറ്റി മറ്റേ പറയുന്നില്ലേ മാസ്ക് മാറ്റിയെന്നുള്ള നമ്മൾ സ്വപ്നം അതാണ്. അടുത്ത് നിൽക്കാനും കയ്യിൽ പിടിക്കാനും അല്ലേ, അങ്ങനെ പറ്റട്ടെ. അതൊക്കെ മാറ്റി ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. വീണ്ടും കാണാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.